ഓക്കെ നമ്മുടെ പുതിയൊരിടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബോക്സിംഗ് സ്റ്റാർ കളിക്കാനായിട്ടാണ് ഗൈസ്. ലെറ്റ്സ് സ്റ്റാർട്ട് ദ ബോക്സിംഗ് സ്റ്റാർ. ഓക്കെ ഗൈസ്, ടാപ്പ് ടു സ്ക്രീൻ. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് എന്താണ് ഗൈസ് അഡീഷണൽ മാച്ച് അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് സ്റ്റോറി മോഡ് തന്നെ കളിക്കാം. നമ്മൾ സ്റ്റോറി മോഡ് ഇവിടെ ആക്കിയിട്ടുണ്ട്. എൻ്റെ പൊന്നു മോനെ. ഓക്കെ, നമ്മൾ ഇനി മത്തിയാസിനെയാണ് കേസ് അടിക്കേണ്ടത്. അപ്പം നമുക്ക് റെഡി കൊടുക്കാം. ഇപ്പം നമുക്ക് അടിക്കല കേസ്. ഓക്കെ, ഫൈറ്റ്. ഓക്കെ ഗൈസ്, മറ്റിയാസ് മോനെ നമ്മൾ അടിച്ചങ്ങോട്ട് വിടാനായിട്ട് പോവുകയാണ്. ഓക്കെ ഓക്കെ, ഫസ്റ്റ് തന്നെ ഒരു എടാ കള്ള മറ്റിയാസേ എല്ലാം ഷീൽഡ് ഇട്ട് തടയാണ്. അവൻ്റെ പരിപാടി നമ്മൾ തീർത്തിട്ടുണ്ട്. എടാ മോനെ, ഓക്കെ, പവർ മൂടി പവർ അടി ഡൗണ്. ഓക്കെ ഓക്കെ, എനിക്ക് ആകെ 48 ഉള്ളൂ. പേടിയിരിക്കണു. പെട്രാ ഇവൻ ഭയങ്കര പാടറാ. ഇവനെങ്ങാണ്ട് നമുക്ക് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പെട്ട് ഇവനെ എനിക്ക് തീർക്കാൻ പറ്റില്ല. ഭയങ്കരപാട് പെട്ട് ഗൈസ്. എന്ത് പാടാണ് നോക്കിയാണ്. എന്ത് പാടുള്ള ചെറുക്കൻ്റെ. ഇവൻ നമ്മൾ ഇന്ന് അടിച്ചിട്ടേ ഉള്ളൂ കേസ്. കാര്യം നമുക്ക് എന്തായാലും അടിക്കാൻ കേസ്. എന്ത് വിധിയത്, വല്ലാത്ത ചതിയത്, ഓർക്കപ്പുറത്തിൻ്റെ പിന്നീന്നൊരടിയത്. ഇതെങ്കിലും നമ്മൾ ചെയ്യാനായിട്ട് പോകുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ ഫസ്റ്റ് അവനെ ഡൗൺ ആക്കി ഇട്ടാണ്. എന്നിട്ട് പിന്നെ എണീറ്റ് വന്നതാണ്. ഇത് നമ്മളെ പാർട്ട് 3 ആണ്. ബോക്സിങ് കാര്യങ്ങളെ ബോക്സിങ് മാസ്റ്ററിൻ്റെ കാര്യങ്ങളൊക്കെ. ഓക്കെ എടാ ബോക്സിങ് മാസ്റ്ററേ. റിംഗ് മാസ്റ്റർ വിസിലടിച്ചാൽ പറഞ്ഞു വരും സിംഗങ്ങൾ, സർക്കേസ് ആരംഭം, സകല അഭ്യാസം. ഏറെയിലെണ്ണോ ആനന്ദം നടക്ക പുറേ ഭൂകമ്പം, കാർണിവല് മെഗാ ഷോ, തീത്തുപ്പും ഫയർ ഷോ, ഇനി വെടിപ്പുക റോഡ് ഷോ, ഹൗസ്ഫുള്ളിനെ ചോള. നമ്മളെ ഫോൺ വരാ പോയി. എന്ത് പരിപാടിയാണ് നോക്കിയേ. അടിപടിപ്പുക റോഡ് ഷോ, ഹൗസ്ഫുള്ള് നൈറ്റ് ഷോ. എടാ പ്ലീസറാ ഞാനൊന്നും ചെയ്തില്ലടാ. നിന്നെ ചെയ്തില്ല. ഇല്ല, എന്ത് പാടാതെ നോക്കുക. ഭയങ്കര പാടായിരിക്കും ഇവൻ. നമുക്ക് എങ്ങനെയെങ്കിലും ഇവൻ അടിച്ചേ പറ്റൂ. എന്ത് പരിപാടിയാടാ, ഭയങ്കര പാടി ഇവൻ. നമുക്ക് തടുത്ത് നിൽക്കാൻ പോലും പറ്റുന്നില്ല. നമുക്ക് ഈ പ്രാവശ്യമെങ്കിലും ഒന്ന് ജയിക്കാൻ നോക്കാം. ഫൈറ്റ്. ഇന്നെങ്കിലും ഒന്ന് ജയിച്ചാലും ഞാൻ ഓണായാൽ മതിയായിരുന്നു. പക്ഷെ എന്ത് പരിപാടിയാണ് നോക്കിയേ. പ്ലീസ് ഐ ജയിക്കും. ഊതിരി മിനിയാണ് തപ്പാണി പോണി മോണാണ്. ഓക്കെ ആയി സമയം നമ്മൾ അച്ചവനെ പമ്പരം കറക്കുന്ന കറങ്ങി ബരം കറക്കുന്ന ഇറങ്ങി ബരം കറക്കുന്ന ഇറങ്ങി
ഇറങ്ങി ഇറങ്ങി ആ ഗൈസ് അടിച്ചിട്ട് അവനെ ആകെ 78 ഉള്ളൂ പാറായിട്ട് എണീറ്റ പോളിയാവാം. പമ്പരം കറക്കണ കറങ്ങിയെന്നോ ഇങ്കരം കണക്കിന് കറങ്ങി മൂനി പവറടി. എന്ത് ചെയ്യണ്ട എന്തനോ കൊച്ചമ്പളന്ന് ചൊക്ക നമുക്ക് ബോംബം. എടാ ഇന്നെങ്കിൽ ഒന്ന് വരടാ പ്ലീസറാ ഒന്ന് മരിച്ചു കാണാ എൻ്റെ പൊന്നു പവർ. നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഇവനെ നമ്മൾ അടിച്ചത്. ഇന്നലത്തെ ഇതിലും നമ്മൾ ഇവനെ അടിക്കാനായിട്ട് നോക്കി, പക്ഷേ ഭയങ്കര പാടായിരുന്നു. അതുകൊണ്ടാണെങ്കിൽ നമ്മൾ ഇവനെ അടിക്കാൻ പറ്റാത്തത്. ഓക്കെ, ഇവനൊക്കെയാണ് ഗൈസ് ബോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവൻ എനിക്ക് തോന്നി ഗൈസ് ഇച്ചി ഡാർക്കായിട്ടുള്ള ആളാണെന്ന്. ഒന്ന് റെഡി കൊടുത്തേക്കാം. ഇവൻ എൻ്റെ മുഖച്ചേയും ഗൈസ്, ഇവൻ എൻ്റെ അനിയനാണ്. എവിടെ ഓക്കെ നമ്മളെത്തി. സ്കിപ്പ്. മരം കാട്ടണ ഇവന് ഭയങ്കര ഡിഫൻസ് ഉണ്ടോ, ഇവന് ഡിഫൻസ് പവർ മൂന്ന്. ഇവൻ്റെ ഡിഫൻസ് ഭയങ്കര ഡാർക്ക് ആയിട്ടുണ്ട് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവൻ പെട്ടെന്ന് ഡിഫൻസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരെത്തും കൂടിയില്ല ഗൈസ് ഇവൻ ഡിഫൻസ് ചെയ്യുന്നതിന്. പെട്ടെന്ന് അടിച്ച് ഗൈസ് അവൻ്റെ കഥ ഇപ്പം തീരുമെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. അടിക്കാച്ച് ഈസി ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇവൻ സിമ്പിളാണ്. ഇവൻ ഒറ്റയടിക്ക് ഡൗൺ ആയി ഗൈസ്. എന്ത് ചെറുക്കന്മാരെയാണ് പുഷ് ഗൈസ്. അവൻ എഡിറ്റ് വന്നേക്കണ് കേട്ടോ. എന്നാ എനിക്കും വേണം. ബ്രേക്ക് ഒന്നും നമുക്ക് വാങ്ങിക്കാനായിട്ട് ഇപ്പോൾ പൈസ ഇല്ല. ഓക്കെ, ഡിഫൻസ് ചെയ്തതിന് ഫസ്റ്റ് തീർക്കാം. ജസ്റ്റ് മിസ്. എന്തൊക്കെയുണ്ടോ ശേഷം കൊന്ന്. എനിക്ക് ഒരു ഡൗട്ടുണ്ട് കേസ്, ഇവനെ കൊല്ലാൻ പറ്റൂലെന്ന്. ഇത്രയും വലിയ ബോസിനെ വരെ അടിച്ചിട്ട് എനിക്ക് കൊല്ലാൻ പറ്റൂല എന്ന് വിചാരിച്ചാ കൊല്ലാൻ പറ്റൂലെന്ന് വിചാരിച്ചാ അവൻ്റെ എബിലിറ്റി അത്രേ ഉള്ളൂ. എബിലിറ്റി വരെ എനിക്ക് തടുത്ത് വയ്ക്കാൻ പറ്റും. അയ്യോ ഗൈസ് തീർന്ന് പോലെ പവർ എന്ന് വിചാരിച്ച അൺപവർ സാധനം ആ വീണിട്ടുണ്ട്. വീണ ഗൈസ് ഇവ നമ്മൾ ഫസ്റ്റ് തലയിൽ തന്നെ അടിച്ചിട്ടിട്ടുണ്ട്. അവൻ്റെ അടങ്ങത്തെ പാടൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഗൈസ്. എന്നിട്ട് അവനെക്കാട്ടി മുമ്പിലാണ് വന്നിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് നോക്കാം. അവിടെ പൂച്ചകളൊക്കെ പോണേ ഗൈസ്, നമ്മളെ പൂച്ചകളാണ്. എന്തൊരു ശബ്ദം. ഓക്കെ, ഗ്ലെന്ന എന്ന് പറഞ്ഞിട്ടുള്ള ഏതാ പയ്യൻ വന്നിട്ടുണ്ട്. ഫൈറ്റ്, ലെറ്റ്സ് ഫൈറ്റ്. പമ്പരം കറക്കണ കറങ്ങിനോ ഉമ്പരം കറക്കണ ഇറങ്ങി ഉമ്പരം കറക്കണ ഉട്ടിടിക്കുന്നോ അടിച്ചിട്ടോ പവറ്. പക്ഷെ അത്ര പവറൊന്നുമില്ല ഗൈസ്, അത്ര പവറൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്ര പവറൊന്നുമില്ല. അയ്യോ എന്തിനാ മോനെ കുരപ്പിച്ചിട്ടിട്ട് അവനെ അടിച്ച് അവൻ്റെ പരിപ്പ് കൂടെയും ചായ അവന് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഗൈസ് അത്രയും പരിപ്പ് കൂടെയും ചായ അവന് ഏൽക്കുന്നില്ല. പരിപ്പ് കൂടെയും ചായ കൊടുത്തിട്ട് ഇവന് ഇത്ര എനർജി വരാത്ത എന്താണ്, എനർജി കുറയാത്ത എന്താണ്? പരിപ്പ് കൂടെയും ചായ കൊടുത്തിട്ട് പരിപ്പ് കൂടെയും ചായ ഇന്നവിടെ ചോറും പരിപ്പൂടെയും ചായ തന്നിട്ട് ഞാൻ അവിടെ ഇരിക്കുമ്പോഴാണ് അവൻ എന്നെ അടിച്ചത്. എന്നെ അടിച്ച് വിട്ടിട്ടുണ്ട്. എന്ത് കഷ്ടമാണ് നോക്കിയാണ് കേസ്. ഒരാളിനെ തന്നെ അടിക്കാൻ നമുക്ക് കുറേ സമയം വേണം.
ഭയങ്കര പാടാണല്ലോ മോനെ. എൻ്റെ എല്ലാ ഇളവി കേസ് ഇത്രയും പാടുള്ള ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ ലാസ്റ്റത്തെ ബോസിനെയൊക്കെ എങ്ങനെ അടിക്കും ഞാൻ. നമ്മൾ പെട്ടിരിക്കും കേസ് ബോസിനെയൊക്കെ അടിക്കാൻ പോകുമ്പോൾ. ബോസിനെയൊക്കെ എങ്ങനെയെങ്കിലും നമുക്ക് അടിച്ചു തീർക്കണം. ഇവനെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അടിച്ചു തീർക്കാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നുണ്ട് കേസ്. ഹെൽത്ത് മാൻ ഇപ്പോൾ ഒരു ഉണ്ടെന്ന് തോന്നുന്നു. ഹെൽത്ത് മാനൊക്കെ അടുത്തൊന്ന് പവർ ഉണ്ടാക്കിയ കേസ് അടിച്ചിട്ട് എടാ ഇത്രയും പെട്ടെന്ന് എങ്ങനെയാണ് അൽവനൊക്കെ അടിച്ചിടുന്ന. ഒറ്റയടിക്ക് അങ്ങോട്ട് അടിച്ച് കേസ് മാറി അടിച്ച് അടിച്ചു ഞാൻ എടാ അവൻ്റെ മൂവ് ഒറ്റടി അടിച്ചിട്ട് എടാ എന്ത് പാടാണ്ടാ. എനിക്ക് ഇവിടെ ഇരുന്ന് കളിക്കുമ്പോൾ തന്നെ എൻ്റെ എണീറ്റു പക്ഷെ അത്ര ഒറ്റ അടി അടിച്ച ജാതിയിലൂടെ തീർന്ന്. എന്ത് പരിപാടി എടാ 79 വരെ എത്തിച്ച്. എന്നിട്ട് ഇവനെ നമുക്ക് ഇതുവരെ ആയിട്ട് പഠിക്കാൻ പറ്റിയില്ല. എത്ര മിനിറ്റ് ആയെന്നറിയാമോ കേസ്. ആകെ നമ്മളിപ്പം 3 പേരെ എങ്ങാണ്ടാണ് കേസ് അടിച്ചത്. ഭയങ്കര പാടായിട്ട് ഇനി തൊട്ടുള്ളത് ടഫായിട്ടാണെന്ന് തോന്നുന്നു ഇനി വരുന്നത്. എനിക്ക് നോക്കാം കേസ്. ഇനി കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് ഇവനെ ഒന്ന് പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് നോക്കാം. എന്ത് പരിപാടിയാണെന്ന് നോക്കിയാൽ കേസ് ഭയങ്കര പാട്. ഞാൻ എത്ര നോക്കിയിട്ടും കിട്ടുന്നില്ല. അതിനെല്ലാം പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കണമെന്ന്. ഞാൻ ഇങ്ങനെ ഷീൽഡ് ഇട്ടുകൊണ്ടിരുന്ന അവൻ പെട്ടെന്ന് തന്നെ അടിച്ചിടും. അമ്മറ പൊന്നു മോനെ എന്ത് പരിപാടിയാണെന്ന് നോക്കിയാണ്ടാ. ആദ്യമായിട്ടാണ് കേസ് ഇങ്ങനത്തെ ഒരു ബോസിനെ എനിക്ക് ഇതുവരെ ആയിട്ട് അടിക്കാൻ പറ്റാത്ത. സെക്കൻഡ് ബോസ് ആണ് കേസ്. കേസ് സെക്കൻഡ് ബോസിനെ പോലും എനിക്ക് അടിക്കാൻ പറ്റില്ല. ഭയങ്കരമായിട്ട് കേസ് സെക്കൻഡ് ബോസ് കളിച്ചു നോക്കിയാണ്. ഒരു കളിയും കൂടെ നമുക്ക് കളിക്കാൻ കേസ്. ആകെ നമ്മൾ 2 പേരെയാണ് കേസ് അടിച്ചിട്ടുള്ളത്. കേസ് കുറേ പാട് നമ്മൾ പെടുന്നുണ്ട്. എന്നിട്ടും ഭയങ്കര ഒരു കഷ്ടം ആയിട്ടാണ് കേസ് നമ്മൾ ഇരിക്കുന്നത്. എന്ത് പറയാനാണ് നോക്കിയാണ് കേസ്. നമ്മൾ അവനെ മീഡിയം വരെ എത്തിച്ച് എന്നിട്ടാണ് അവൻ നമ്മളെ അടിക്കുന്നത്. പവർ മനുഷ്യനാണ് തോന്നുന്നത് കേസ്. ഓക്കെ നോക്കി നോക്കാം ഗൈസ്. ഇവനെ അടിക്കാൻ തന്നെ കുറച്ച് നേരം എടുക്കുമെന്ന് തോന്നുന്നു. ഇവനൊക്കെ ഭയങ്കര പെട്ടെന്ന് പ്രൊട്ടക്റ്റിങ് ഷീൽഡ് ഇടൂടാ. അതുകൊണ്ടാണ് പ്രശ്നം. നമ്മൾ അടിക്കുന്ന സമയത്തില്ലേ പ്രൊട്ടക്റ്റിങ് ഷീൽഡ് ഇടും. അപ്പം നമുക്ക് അവനെ അടിക്കാനായിട്ട് പറ്റൂല. കണ്ട ഗൈസ് ഞാൻ ഇപ്പം പ്രൊട്ടക്റ്റിങ് ഷീൽഡ് ഇടപഴകുകയും അവനടിക്കുന്ന അടി എനിക്ക് ഏറ്റില്ലല്ലോ ഇല്ലേ. തിരി തമ്മാണി കോഴിയാണാണ്. എന്തിനാ അല്ല പറ്റിപ്പോയാ. ഗൈസ് റെസ്റ്റ് ടൈം. ഗൈസ് അവരടിച്ച് കൂടുതലുള്ളതെന്ന് തോന്നുന്നു. ഓക്കെ നെക്സ്റ്റ് റൗണ്ടിലോട്ട് നമ്മൾ കടക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറയാം ഗൈസ്. അവനാണിപ്പോൾ കൂടുതലായിട്ട് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഗൈസ് അടിച്ചിട്ട് ഗൈസ് 78 ആക്കിയപ്പോൾ അവനെന്നെ ഫസ്റ്റായിട്ട് അടിച്ചിട്ടു. ഓക്കെ ഇവരെ നമ്മൾ ഒന്ന് അടിച്ചിടുമ്പോഴത്തേക്ക് ഇവൻ പിന്നെ എണീറ്റ് വരുമെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. അവൻ്റെത് ഞാൻ 74 ആക്കി. എന്നിട്ട് അവൻ എന്നെ അടിച്ചിട്ട് ഇനി ഒരടിയും കൂടെ അവൻ അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ പരിപാടി ആവുന്നതായിരിക്കും. അവനെ ഞാൻ ഡൗൺ ആക്കി. അവൻ എന്തായാലും കേസ് തിരിച്ചെണ്ണിട്ട് വരും.
എനിക്ക് നല്ല ഉറപ്പുണ്ട് കേസ്. എന്നിട്ട് ഒരടിയും കൂടെ അടിച്ച് എന്നെ തീർക്കും. കണ്ടോ കണ്ട, ഇതിലൊക്കെ ഞാൻ സിമ്പിളായിട്ട് മാറും. പക്ഷേ കണ്ടോ കണ്ടോ അടിച്ചിട്ടുള്ളു, പരിപാടി കഴിഞ്ഞില്ലേ. യേസ് ഭയങ്കര പാടാണ് യേസ് ഇവനെ അടിക്കാനെന്ന് തോന്നുന്നു. നമുക്ക് അടുത്ത കളിയിൽ നോക്കാം നമുക്ക് ഇവനെ അടിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബോക്സിംഗ് സ്റ്റാർ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് സുഹൃത്തുക്കളെ.